ടെന്റിങ്ങും ക്യാമ്പിങ്ങും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന മിസ്റ്റി ലാവൻഡർ എന്ന് പറയുന്ന സ്റ്റേ ഉള്ളത്. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സിന്റെ ട്രാവലിംഗ് ഉണ്ട് നമ്മുടെ ഈ റിസോർട്ടിൽ എത്തിച്ചേരാനായിട്ട്. നിങ്ങൾ കണ്ടില്ലേ, മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു ബൈ റോഡ് കയറി വേണം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ. അവിടെ എൻട്രൻസിൽ തന്നെ നമുക്കൊരു ഹിൽ വ്യൂ നമുക്ക് വിസിബിൾ ആവും. അങ്ങനെ നമ്മുടെ റിസോർട്ട് എത്തി. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ചെക്ക് ഇൻ പരിപാടികൾക്കൊക്കെ ആയിട്ട് പോവുകയാണ്. വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പേയ്മെന്റ് ഒക്കെ ചെയ്തു. പക്ഷെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ റൂം കാണുന്ന ഒരു സമയമില്ല, അപ്പോഴും ഞാൻ പറഞ്ഞു തരാം. കാരണം റൂമൊക്കെ കണ്ടതിന് ശേഷം അത് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. നല്ല ചീവീടിന്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടേ. നമ്മുടെ സ്റ്റേ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ കോമൺ ഡൈനിങ് ഏരിയ ആണ്. നമ്മളിപ്പോ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഇവരുടെ ഹട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള റൂമാണ്. ആക്ച്വലി ഞങ്ങൾ ഇതല്ല ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു ഫാമിലി ആയിട്ട് വന്ന സ്ഥിതിക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് പറഞ്ഞിട്ട് ആള് ഞങ്ങളെ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നതാണ്. ഇവിടെ വന്നിട്ട് മാക്സിമം 3 പേർക്ക് കിടക്കാനുള്ള ഒരു കട്ടിലും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ആണ് വരുന്നത്. ഇത് ഇവരുടെ തന്നെ വേറൊരു ഹട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടാണ് അവരത് കീപ്പ് ചെയ്തിരിക്കുന്നത്. മുള കൊണ്ടുള്ള ഈ ഒരു ബെഞ്ച് ആവട്ടെ, പഴയ ഈ ഒരു സൈക്കിളിനെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാവട്ടെ, ഈ ഒരു ആട്ടുതൊട്ടില്, ഇതെല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഈ ഒരു ആംബിയൻസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന റൂം കുറച്ചുകൂടെ മുകളിലാണ്. അപ്പൊ അതാണ് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേശൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ താമസിക്കാനായിട്ട് പോകുന്നത്. അതാണ് ടെന്റ് സ്റ്റേ. അവൻ ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ടെന്റിൽ താമസിക്കണം എന്നാണ്. നമ്മൾ ഡെക്കാത്തലോണിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു ക്യാമ്പിംഗ് ടെന്റ് ആണ് നോർമലി. അതിന്റെ പുറത്ത് അവരൊരു വൈക്കോല് കൊണ്ടുള്ള ഒരു മേൽക്കൂര പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ്. കേശുക്കുട്ടൻ കുറെ നാളായിട്ട് പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് ടെന്റിങ് ചെയ്യാൻ പോകണം, ക്യാമ്പിങ് ചെയ്യാൻ പോകണം ഒക്കെ. ഏതൊരു എംഫോടെക്കിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ആൾക്കിങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കടന്നുകൂടിയത്. പക്ഷെ അന്ന് തൊട്ടിങ്ങനെ പറയുകയാണ്. അപ്പോഴേ ഞങ്ങളിങ്ങനെ ഈ മിസ്റ്റി ലാവൻഡർ സേവ് ചെയ്ത് വെച്ചിരുന്നു. ഇന്നിവിടെ തിരക്കേ ഇല്ല, ഇന്ന് വേറെ ഒരു ബുക്കിങ്ങും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ ഈ ഒരു പ്ലോട്ട് ഫുള്ള് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ വിലസി നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്കറിയാലേ, ഒരു ടെന്റ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ടെമ്പററി ഷെൽട്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാണുന്ന നമ്മുടെ ടെന്റിൽ 3 പേർക്ക് സുഖമായിട്ട് ഉള്ളിൽ കിടക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് വന്നതാണ്, നമ്മുടെ ലഗേജ് വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ കാര്യമാണെങ്കിൽ ഈ കാണുന്ന ടെന്റുകൾക്കെല്ലാമായിട്ട് കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് പുറത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടുത്തെ റിസോർട്ടുകാർ നമ്മൾ വന്നപ്പോൾ തന്നെ പറഞ്ഞത്, സാർ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് ഹട്ടായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് എന്ന്. നമുക്ക് വേണ്ടി അവർ ടീം സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കുടിക്കാനായിട്ട് ഞങ്ങൾ താഴത്തേക്ക് വീണ്ടും പോവാണേ. തിരിച്ചു വന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. നമുക്ക് ഇതിന്റെ മേളിലേക്ക് വീണ്ടും നടക്കണം. നടന്ന് മേളിൽ ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു ബ്യൂട്ടിഫുൾ സീൻ നമുക്ക് കാണാൻ പറ്റുന്നത്. മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരു കിഡിലം സൺസെറ്റ് വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് സൺസെറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, ഓൾമോസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് അവിടെ എത്തിയത്. എന്നിരുന്നാലും മുകളിലുള്ള ഒരു ഭംഗി ആസ്വദിക്കാൻ കൂടെ തന്നെയാണ് ഈ സ്റ്റേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അതൊരിക്കലും മിസ് ചെയ്യരുത്. നമ്മളിങ്ങനെ നല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കാറ്റും ഭയങ്കര നിശബ്ദതയായിരുന്നു.
ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ നടന്ന് അതിൻ്റെ മേളിലേക്ക് പോവാൻ. ഇതിപ്പോൾ നല്ല വേനൽക്കാലം ആയതുകൊണ്ടാട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നത് ചെടികളൊക്കെ. പക്ഷെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഫുൾ ഗ്രീനറി ആയിരിക്കും. എല്ലാവരും വായോ, നമ്മുടെ വ്യൂ പോയിന്റ് കാണാൻ പോവാം. Sky in the flow of light, a tender trace binds the soul to this serene place. Let it go, let it be, like a river rolling free. In the silence you will see the harmony of you and me. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വ്യൂ പോയിന്റ്? അങ്ങനെ ഞങ്ങൾ മനോഹരമായിട്ടുള്ള കാഴ്ചയെല്ലാം കണ്ട് തിരിച്ചു വന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് കിടക്കുവാണ്. നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്നത് പോലെ ചീവീടിന്റെ സൗണ്ട് മാത്രമേ അവിടെ അപ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. നല്ല വിശപ്പൊക്കെ തട്ടി തുടങ്ങി. ഇനി ഡിന്നർ കഴിക്കാൻ പോവാണ്. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഡിന്നറും. ഡിന്നറിന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയും പിന്നെ നമ്മൾ ബീഫ് കഴിക്കുമെന്ന് ചോദിച്ചിരുന്നു. ഞങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ബീഫും പിന്നെ ഒരു ഗ്രേവിയും സാലഡും കൂടെ ഒരു ഫ്ലാസ്ക് നിറച്ച് കട്ടൻ ചായയും അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നെക്സ്റ്റ് നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നു. അതും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ക്യാമ്പ് ഫയർ ഒക്കെ ഞങ്ങൾ ആസ്വദിച്ചു. പിന്നെ കുറേ നേരം നല്ല പാട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് ആസ്വദിച്ച് ഇങ്ങനെ കിടന്നു കുറേ നേരം. ഈ രാത്രിയിൽ വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല കേട്ടോ അവിടെ. നല്ല എനിക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ കേശൂട്ടൻ ഉറക്കം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ടെൻറ്റിൽ കൊണ്ടുപോയി തന്നെയാണ് അവനെ ഉറക്കിയത്, അവൻ്റെ ആഗ്രഹം പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിസോർട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് ഹട്ട് യൂസ് ചെയ്യാമെന്ന്. സോ ഞങ്ങൾ ഹട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഏർലി മോർണിംഗ് എണീക്കണമെന്നൊക്കെ വിചാരിച്ചാണ് കിടന്നത്, പക്ഷെ നടന്നില്ല. ഞങ്ങൾ എണീറ്റപ്പോൾ അല്പം ലേറ്റ് ആയിപ്പോയി. എന്നാലും കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടന്നതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റും പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. 2 ഓപ്ഷനായിരുന്നു അവർ ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പൊറോട്ടയും മുട്ടക്കറിയും പിന്നെ ദോശ, ചമ്മന്തി, സാമ്പാർ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം ഒന്നുകൂടെ നമ്മുടെ വ്യൂ പോയിന്റ് കാണാൻ പോവാന്ന് വിചാരിച്ചു. ഇനി ഞാൻ നമ്മുടെ പാക്കേജിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു. ആദ്യം ടെൻറ്റ് സ്റ്റേനെ പറ്റി പറയാം. ടെൻറ്റ് സ്റ്റേക്ക് ഒരാൾക്ക് 1350 രൂപയാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്തത്. ഇതിൽ ഇൻക്ലൂഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ വൈകിട്ട് നമ്മൾ വരുമ്പോൾ തരുന്ന ടീ ആൻഡ് സ്നാക്സ്, പിന്നെ ഡിന്നർ, പിന്നെ നമ്മുടെ സ്റ്റേ, ക്യാമ്പ് ഫയർ,
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരാൾക്ക് 1350. കുട്ടികൾക്ക് ഇല്ല കേട്ടോ, കേശുവിനൊന്നും പൈസ ചാർജ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഹട്ടിലേക്ക് ആണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ 1500 രൂപ പെർ പേഴ്സൺ. ഇത് നമ്മൾ പോയപ്പോൾ ഉള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും പെട്ടെന്ന് കിട്ടിയ ഒരു 1 ഡേ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. വളരെ വർത്ത്ഫുൾ ആയിട്ടാണ് ഞങ്ങൾക്കിത് തോന്നിയത്. കാരണം കേശൂട്ടൻ്റെ ആഗ്രഹവും സാധിക്കാൻ പറ്റി, ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസും കിട്ടി. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 10 സ്റ്റേ അല്ലെങ്കിൽ ഹട്ടിലുള്ള ഒരു സ്റ്റേ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ വരാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.